ന്യൂ SCERT ക്ലാസ് 10 ഹിസ്റ്ററി പാഠഭാഗത്തു നിന്നുള്ള ചാപ്റ്റർ 4-ലെ ക്ലാസ്സസാണ് നമ്മൾ കഴിഞ്ഞ ഓഡിയോയിൽ പറഞ്ഞത്. ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 4-ലെ പകുതി ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. വ്യാവസായിക വിപ്ലവം മനുഷ്യജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും കോട്ടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. മാറ്റങ്ങൾ, നേട്ടങ്ങളും കോട്ടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വ്യാവസായിക വിപ്ലവം മനുഷ്യജീവിതത്തിൽ വരുത്തിയ നേട്ടങ്ങളാണ് ഫാക്ടറികളുടെ ഉദയം, ഉൽപാദന വർധനവ്, പുതിയ തൊഴിലവസരങ്ങൾ, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. ഇനി വ്യാവസായിക വിപ്ലവം കൊണ്ടുണ്ടായ കോട്ടങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ, ദാരിദ്ര്യം, പകർച്ചവ്യാധി, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും, ചേരികളുടെ ഉദയം, തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. ഇതൊക്കെയാണ് വ്യാവസായിക വിപ്ലവം കൊണ്ട് മനുഷ്യനുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും. ഒന്നുകൂടി പറയാം. നേട്ടങ്ങൾ: ഫാക്ടറികളുടെ ഉദയം, ഉൽപാദന വർധനവ്, പുതിയ തൊഴിലവസരങ്ങൾ, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. ഇനി കോട്ടങ്ങൾ: തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ, ദാരിദ്ര്യം, പകർച്ചവ്യാധി, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും, ചേരികളുടെ ഉദയം, തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ്. എന്താണ്? ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ മാത്രമായിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ്. അക്കാലത്തെ ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയാണ് പഞ്ച്. ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം. എന്താണ് സാമ്രാജ്യത്വം? ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം. 1914 ജൂൺ 28 ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് സാരായാവോയിൽ വെച്ച് കൊല്ലപ്പെട്ടതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സാരായാവോയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. അതെന്നാണ്? 1914 ജൂൺ 28. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1914 മുതൽ 18 വരെയാണ്. ഇനി ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തത് ഏത് രാജ്യമാണ്? അത് ജർമ്മനിയാണ് ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തത്. സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവുമാണ് തീവ്രദേശീയത. സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവുമാണ് തീവ്രദേശീയത. തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും. ഇനി എന്തൊക്കെയാണ് പാൻസ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ എന്ന് നോക്കാം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. ബാൽക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. അപ്പോൾ എന്താണ് പാൻസ്ലാവ്? കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൻ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. എന്താണ്?
മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൻ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിലെ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് രാജ്യങ്ങളെല്ലാം രണ്ട് സഖ്യകക്ഷികളായി പിരിഞ്ഞു. അതിൽ ഒന്നാമത്തെ സഖ്യകക്ഷിയാണ് ത്രികക്ഷി സഖ്യം. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളാണ് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങളാണ് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യത്തിലാണ് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിലാണ് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിനെ വധിച്ചത് സെർബിയൻ പൗരനായ ഗാവുലോ പ്രിൻസപ്പാണ്. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണം ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ വധിച്ച വ്യക്തിയാണ് സെർബിയൻ പൗരനായ ഗാവുലോ പ്രിൻസപ്പ്. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1920 ജനുവരി 10 ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യസഖ്യം. അപ്പോൾ സർവ്വരാജ്യസഖ്യം എന്നാണ് രൂപീകരിച്ചത്? 1920 ജനുവരി 10. സർവ്വരാജ്യസഖ്യം രൂപീകരിച്ച ഡേറ്റാണ് 1920 ജനുവരി 10. 2021 ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവിതയുടെ പേരാണ് ലിദിയ മാക്സിമോവിക്സ്. എന്താണ്? 2021 ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവിതയാണ് ലിദിയ മാക്സിമോവിക്സ്. 3-ാം വയസ്സിൽ ലിദിയ മാക്സിമോവിക്സ് തടങ്കലിൽ കിടന്ന ജയിലാണ് ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയം. ഏതാണ്? ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയം. ലിദിയ മാക്സിമോവിക്സിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന പുസ്തകമാണ് എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. ഫാഷിസം. ഫാസസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത്. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഫാസിസം ഉദയം ചെയ്തത് ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ്. ഫാസിസം ഇറ്റലിയിലാണ്. അതിൻ്റെ സ്ഥാപകൻ ബെനിറ്റോ മുസോളിനിയാണ്. ഫാസിസം ഉദയം ചെയ്തത് എവിടെയാണ്? ഇറ്റലിയിലാണ്. അതിൻ്റെ സ്ഥാപകൻ ബെനിറ്റോ മുസോളിനിയാണ്. എന്താണ് ആ വേർഡ് സൂചിപ്പിക്കുന്ന അർത്ഥം? റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിലൊരു മഴുവും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ്? ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിലൊരു മഴുവും. ഫാസിസം ഉദയം ചെയ്തത് ഇറ്റലിയിലാണ്. അതിൻ്റെ സ്ഥാപകൻ ബെനിറ്റോ മുസോളിനി. 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ശേഷം അധികാരത്തിൽ വന്നു കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘത്തെ രൂപീകരിച്ചു. ഇതൊക്കെ ചെയ്തത് ആരാണ്? ബെനിറ്റോ മുസോളിനി. 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ശേഷം അധികാരത്തിൽ വരികയും ചെയ്തത് ബെനിറ്റോ മുസോളിനിയാണ്. അദ്ദേഹത്തിൻ്റെ സായുധ സംഘം അറിയപ്പെടുന്നത് കരിങ്കുപ്പായക്കാർ. അപ്പോൾ എന്താണ്? ഫാസിസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഫാസിസം എന്ന വേർഡിൻ്റെ അർത്ഥം റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. ഫാസിസം ഉദയം ചെയ്തത് ഇറ്റലിയിലാണ്. അതിൻ്റെ സ്ഥാപകൻ ബെനിറ്റോ മുസോളിനിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സായുധ സംഘത്തിൻ്റെ പേരാണ് കരിങ്കുപ്പായക്കാർ. നെക്സ്റ്റ് നാസിസം. നാസിസം ഉദയം ചെയ്തത് ജർമ്മനിയിലാണ്. നാസിസത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തടങ്കിലാക്കപ്പെടുകയും ചെയ്തത് ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിന് രൂപം നൽകിയത് അഡോൾഫ് ഹിറ്റ്ലറാണ്. കമ്മ്യൂണിസ്റ്റുകൾ
സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കാനുള്ള നയം നടപ്പിലാക്കിയതും ആരാണ്? അഡോൾഫ് ഹിറ്റ്ലറാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് സംഘടനയാണ് ഗെസ്റ്റപ്പോ. ഇപ്പോൾ നാസിസം ജർമ്മനിയിലാണ്, സ്ഥാപകൻ അഡോൾഫ് ഹിറ്റ്ലറാണ്. പിന്നെ തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിന് രൂപം നൽകിയത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ജൂതരെ ഇല്ലാതാക്കാനുള്ള നയം രൂപീകരിച്ചത് അഡോൾഫ് ഹിറ്റ്ലറാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് സംഘടനയാണ് ഗെസ്റ്റപ്പോ. അടുത്തത് രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലയളവ് എന്നാണ്? 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയാണ് വേഴ്സായി സന്ധി. ഒന്നാം ലോക യുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയാണ് വേഴ്സായി സന്ധി. വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് വിത്തുകൾ പാകിയത്. എന്താണ്? വേഴ്സായി സന്ധിയിലെ ചില വ്യവസ്ഥകളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് വിത്തുകൾ പാകിയത്. ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ പേരിലുണ്ടായിരുന്ന പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും ആർക്ക് നഷ്ടപ്പെട്ടു? ജർമ്മനിക്ക് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായി വൻ തുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധം വേഴ്സായി ഉടമ്പടിയോടും അതിൻ്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു. അപ്പോൾ വേഴ്സായി ഉടമ്പടിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്ത്? ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായി വൻ തുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്ത ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം വേഴ്സായി ഉടമ്പടിയോടും അതിൻ്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു എന്ന് പറയാം. രണ്ടാം ലോകമഹായുദ്ധത്തിലെ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒന്നാം ലോകമഹായുദ്ധത്തിലെ സൈനിക സഖ്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിലെ സൈനിക സഖ്യങ്ങൾ? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളാണ് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങളാണ് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിലെ സൈനിക സഖ്യങ്ങളാണ് അച്ചുതണ്ട് ശക്തിയും സഖ്യശക്തികളും. അച്ചുതണ്ട് ശക്തിയിലെ അംഗങ്ങളാണ് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. സഖ്യശക്തികളിലെ അംഗങ്ങളാണ് ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. അത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് ആയിരുന്നത്. രണ്ടാം ലോകമഹായുദ്ധമായപ്പോൾ ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസായി. ഫ്രാൻസും ബ്രിട്ടനും ഹിറ്റ്ലർ അവകാശവാദമുന്നയിച്ച സുഡറ്റൻ ലാൻഡ് 1938 ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് വിട്ടു നൽകി. ഇതാണ് മ്യൂണിച്ച് ഉടമ്പടി. അപ്പം മ്യൂണിച്ച് ഉടമ്പടി എന്നാണ്? 1938 മ്യൂണിച്ച് ഉടമ്പടി പ്രകാരം ഹിറ്റ്ലർ അവകാശവാദമുന്നയിച്ച സുഡറ്റൻ ലാൻഡ് ഫ്രാൻസും ബ്രിട്ടനും ആർക്ക് തിരിച്ചു നൽകി? ജർമ്മനിക്ക് വിട്ടു നൽകി. ഇതാണ് മ്യൂണിച്ച് ഉടമ്പടി. മ്യൂണിച്ചിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ്. അതാണ് മ്യൂണിച്ച് ഉടമ്പടി. 1938 മ്യൂണിച്ച് ഉടമ്പടി. 1939 സെപ്റ്റംബർ 1 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആദ്യത്തെ കാരണം നമ്മൾ പറഞ്ഞു. എന്താണ്? ജർമ്മനിക്ക് ഈ വേഴ്സായി സന്ധിയോടുള്ള വിമുഖതയായിരുന്നു ഒരു കാരണം. അതുകൂടാതെ ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നത് 1939 സെപ്റ്റംബർ 1 തീയതി മറക്കരുത്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. പാശ്ചാത്യ പ്രീണനത്തിൻ്റെ സുപ്രധാന ഉദാഹരണമാണ് മ്യൂണിച്ച് ഉടമ്പടി. പാശ്ചാത്യ പ്രീണനത്തിൻ്റെ സുപ്രധാന ഉദാഹരണമാണ് ഏതുടമ്പടി? മ്യൂണിച്ച് ഉടമ്പടി. ഐക്യരാഷ്ട്ര സംഘടന നമ്മൾ സർവ്വരാജ്യസഖ്യം രൂപം കൊണ്ടത് 1920
ജനുവരി 10 പറഞ്ഞു. ഒന്നാം ലോകമഹായുദ്ധാനന്തരം രൂപം കൊണ്ട സംഘടനയാണ് സർവ്വരാജ്യസഖ്യം. രണ്ടാം ലോകമഹായുദ്ധാനന്തരം രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നത് 1945 ഒക്ടോബർ 24 മുതലാളിത്ത നയങ്ങൾ പിന്തുടർന്ന അമേരിക്കയും സോഷ്യലിസ്റ്റ് നയങ്ങൾ പിന്തുടർന്ന സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആശയപരമായ ഏറ്റുമുട്ടലിനെ പറയുന്ന പേരാണ് ശീതസമരം. എന്താണ്? മുതലാളിത്ത നയങ്ങൾ പിന്തുടർന്ന അമേരിക്കയും സോഷ്യലിസ്റ്റ് നയങ്ങൾ പിന്തുടർന്ന സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആശയപരമായ ഏറ്റുമുട്ടലാണ് ശീതസമരം. 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നത് എന്നാണ്? 1991. നിയോ കൊളോണിയലിസം. മുതലാളിത്ത ആശയങ്ങൾ പിന്തുടർന്ന അമേരിക്ക സമ്പത്ത് ആർജിക്കുന്നതിനായി പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായി ചൂഷണം ചെയ്തത് അറിയപ്പെടുന്നതാണ് നിയോ കൊളോണിയലിസം. എന്താണ്? മുതലാളിത്ത ആശയങ്ങൾ പിന്തുടർന്ന അമേരിക്ക സമ്പത്ത് ആർജിക്കുന്നതിനായി പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായി ചൂഷണം ചെയ്തത് അറിയപ്പെടുന്നതാണ് നിയോ കൊളോണിയലിസം. മുതലാളിത്ത ചേരിയിലും സോഷ്യലിസ്റ്റ് ചേരിയിലും പെടാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം. മുതലാളിത്ത ചേരിയിലും സോഷ്യലിസ്റ്റ് ചേരിയിലും പെടാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് ധനമുതലാളിത്തം എന്നാണ്. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ധനമുതലാളിത്തം. അപ്പോൾ ഇത്രയുമാണ് ഹിസ്റ്ററിയിലെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്ററായ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ ആ ചാപ്റ്റർ കൂടി ഒന്ന് പറഞ്ഞു പോകാം. അത് ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ അതിൽ പറയുന്നുള്ളൂ. ആ ചാപ്റ്ററിലേക്ക് കിടക്കാം. പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം. സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമപ്രായ സംഘങ്ങൾ, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സമൂഹ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പെടും. സമൂഹ മാധ്യമങ്ങൾ കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും, അഭിപ്രായ വോട്ടെടുപ്പ്, കലയും സാഹിത്യവും ഇവയൊക്കെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. നിരക്ഷരത, ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ ഇതൊക്കെയാണ് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? നിരക്ഷരത, ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാട്. പതേർ പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തത് സത്യജിത് റേ. അപ്പോൾ ഇത്രയുമാണ് ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി പുതിയ NUSERTയിലെ 10ാം ക്ലാസ്സിലെ NUSERT ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററി ചാപ്റ്ററുകൾ മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാർട്ട് 1 മാത്രമാണ് സമഗ്രയിൽ ലഭ്യമായിട്ടുള്ളത്. അടുത്ത ഭാഗങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക്
ലഭ്യമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഹിസ്റ്ററിയിലെ അഞ്ച് ചാപ്റ്റർ അടങ്ങുന്ന പാർട്ട് 1 മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 5 ചാപ്റ്ററുകളും നമ്മളുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ജോഗ്രഫി തുടങ്ങുന്നതായിരിക്കും.